ഓ, ഈ തേയാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ലല്ലോ. ഇവൾക്ക് ഇതെന്ത് പറ്റി? ഇന്നലെയും വന്നില്ല, ഇന്നും വന്നില്ല. എന്താ ഇവൾക്ക് പറ്റിയേ? ചിമ്മി, നീ മുങ്ങണ്ട, അവിടെ നിന്നിക്കോ, മര്യാദയ്ക്ക് നിന്നിക്കോ. അല്ലെങ്കിൽ എന്നോട് നല്ലതും കിട്ടും. മര്യാദയ്ക്ക് നിന്നിക്കോട്ടെ അവിടെ. നീ എത്ര നേരം എന്നെ നിന്നിങ്ങനെ മുങ്ങി നടക്കും? പിടിച്ചല്ലേ. ഏയ്, ഞാനെന്തിനു മുങ്ങി നടക്കണം? ഞാൻ എന്തിനു മുങ്ങി നടക്കണം? അതൊക്കെ നിൻ്റെ തോന്നലാ. ഞാൻ മുങ്ങി നടക്കുന്നൊന്നുമില്ല. അല്ല, നീ എന്തിനാ എന്നെ വിളിച്ചേ? ഓ, എൻ്റെ തോന്നലാണോ? അയ്യോ, സാരമല്ല കേട്ടോ. എന്നാ എൻ്റെ മോൻ അങ്ങ് പറഞ്ഞേ, എന്തത് സംഭവം? എന്താ ഇവിടെ നടക്കുന്നേ? നീ എന്താ എന്നോടൊന്നും പറയാത്തേ? എന്താടി ഇച്ചാന്ന് വിളിക്കുന്ന സ്ഥാനത്ത് നീ എന്നൊക്കെ വിളിക്കുന്നേ? ഇവിടെ നടക്കുന്നത് നിന്നോട് പറയാഞ്ഞത് നിനക്കൊരു സർപ്രൈസ് തരാനും. അല്ലാണ്ട് എന്തിനാ? നീ സർപ്രൈസ് ആയല്ലേ ശരിക്കും? ആ, ശരിയാ, ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി. ശരിക്കും. എന്താ ചിമ്മിച്ചായ ഇത്? എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ. എടി, എന്നൊന്നും വഴക്ക് പറയല്ലേ, ഇനിയൊന്നും പറയല്ലേ പ്ലീസ്. നിനക്ക് വേണ്ടിയിട്ടല്ലേടി ഞാനിതൊക്കെ ചെയ്യുന്നേ. ഞാൻ മാത്രമല്ല, അമ്മയോ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്. ഞാനൊന്നുമല്ല, പിന്നെ ആൻറ്റിയും എൻ്റെ അമ്മ. ഞാനെന്താ ചെയ്യാം? പിന്നെ നിനക്ക് അവന് ഇഷ്ടമല്ലേ? എനിക്കോ? അത് കുഴപ്പമില്ല. ഇനി കുഴപ്പമുണ്ടെങ്കിൽ തന്നെ അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, അതിനി ബാധിച്ചിട്ടും കാര്യമൊന്നുമില്ല. നടക്കാതെ നടക്കുക തന്നെ ചെയ്യും. ഓക്കെ, എനിക്ക് മനസ്സിലായി അത്. ഇനി മനസ്സിലായില്ലെങ്കിൽ തന്നെ ഞാൻ മനസ്സിലാക്കി തരാനും പോകണില്ല. അത് വേറെ കാര്യം. എന്നാൽ ഞാൻ പോവാം, എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. അതും പറഞ്ഞ് ചിമ്മി അവിടെ നിന്ന് പോയി. പിന്നെ അടുത്ത ദിവസം രാവിലെ യൂണിവേഴ്സിറ്റിയിൽ. ഓ, എൻ്റെ തേയാ, നീ ഇന്നെങ്കിലും ഒന്ന് വന്നല്ലോ. എന്താടി നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ? എന്താ നിനക്ക് പറ്റിയേ? എന്താ നീ വരാഞ്ഞു കഴിഞ്ഞ 2 ദിവസം? ഓ, ഇൻവോ, ഒന്ന് നിർത്തിൻവോ. എനിക്കൊരു പ്രശ്നമില്ല. ഐ എം സോറി ഡാ. ഞാൻ ഫോൺ എടുക്കാൻ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നടാ. അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ ഞാൻ. പിന്നെ ഐ എം സോറി ഡാ, ഐ എം റിയലി സോറി കേട്ടോ. ഓ, നിൻ്റെ ഒരു സോറി. അതൊക്കെ പോട്ടെ. എന്നിട്ട് എന്താ നീ ഇത്ര ബിസി ആവാൻ കാരണം? അത് നീ പറഞ്ഞില്ലല്ലോ. എന്തായാലും മാത്രം ബിസി? ഇൻവോ, അത് ഞാൻ. ഹലോ, എന്താപ്പത്? ഭയങ്കര ചർച്ചയാണല്ലോ. ഹലോ ജക്കേ, ഹൗ ആർ യു? ആടാ, സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. നിനക്കെങ്ങനെ പോകണം? അല്ലടി, നീ എന്താടി എന്നെ കൂട്ടാതെ ഇങ്ങ് പോന്നേ? ഗുഡാ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ നിങ്ങൾ സംസാരിക്കേ. താൻ ക്ലാസ്സിലേക്ക് വാ. ഇൻവോ ക്ലാസ്സിലേക്ക് പോയി. എന്നതാടി പെണ്ണെ മിണ്ടാതിരിക്കുന്നേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടോ. എന്താ നീ എന്നെ കാത്തിരിക്കാതെ വേഗം തന്നെ എങ്ങ് പോന്നേ? നിനക്ക് എൻ്റെ കൂടെ പോന്നാൽ പോരെയെന്നോ ബൈക്കിൽ? ഓ വേണ്ടേ, എനിക്ക് അല്ലാതെ തന്നെ പോരാൻ അറിയാം. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ തന്നെ വന്നിരുന്നേ. താൻ തന്നെ പണി നോക്കിപ്പോ. ഡി, അങ്ങനെ അങ്ങ് പോയാലോ? അവിടെ നിൽക്കേ. എന്താ എന്താ നീ എന്നെ വിളിച്ചേ? മര്യാദയ്ക്ക് ഇച്ഛാന്ന് വിളിക്കടാ. വിളിക്കടി. അയ്യടാ പൂതി. മനസ്സ് വെച്ചാൽ മതി. ഞാനത് വിളിക്കുന്ന കരുതി കാത്തിരുന്നോ? മാറുന്നേ, ഞാൻ പോട്ടെ. അതും പറഞ്ഞ് തേയ കുക്കിയുടെ ചെസ്റ്റിൽ ഒന്ന് തള്ളി അങ്ങ് പോയി ഒരു ഗമയോടെ. പക്ഷേ കുക്കി വിട്ടില്ല. കുക്കി തേയ ഫോളോ ചെയ്തു. എന്നിട്ട് വിളിച്ചോണ്ടിങ്ങ് പോവാണേ. ഡി, നീ അങ്ങനെ അങ്ങ് പോയാലോ? നിന്നെ ഞാൻ അങ്ങനെ വെറുതെ അങ്ങ് വിടും നീ കരുതിയോ? അതും പറഞ്ഞ് കുക്കി അവളെ കൈപ്പിടിച്ച് വലിച്ച് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റോർ റൂമിലേക്ക് വലിച്ചിട്ടു. താൻ എന്താ ചെയ്യുന്നേ? എന്നെ വിട്ട്, എനിക്ക് പോണം. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. അങ്ങനെ അങ്ങ് വീഴും നീ കരുതും വേണ്ട. ആദ്യം നീ എന്നെ ഇച്ഛായെന്ന് വിളി, എന്നിട്ട് നോക്കാം വിടണോ വിടണ്ടേ എന്ന്. എന്താ? ഞാൻ വിളിക്കില്ല അതൊന്നും. അത് വിളിക്കുന്ന താൻ പ്രതീക്ഷിക്കും വേണ്ട. എന്നെ വിട്ടേ. അങ്ങനെയാണെങ്കിൽ നിനക്ക് എൻ്റെ വക ചെറിയൊരു പണിഷ്മെൻറ്റ്.
അത് അങ്ങനെ അങ്ങ് തീരില്ല കേട്ടോ പണിഷ്മെൻ്റ് ഒന്നും. അത് നീ വിളിക്കുന്നവരേ ഉണ്ടാവും. എന്താ പണിഷ്മെൻറ്റോ? ഞാൻ പണിഷ്മെൻറ്റ് ചെയ്താലോ? ഞാൻ തന്നെ അങ്ങനെ വിളിക്കില്ല. നീ വിളിക്കില്ല? ഉറപ്പാണല്ലോ അല്ലേ? ഞാൻ തുടങ്ങാൻ പോവാ എൻ്റെ പണിഷ്മെൻറ്റ്. താൻ എന്ത് കുന്തോ ചെയ്തോ? എന്നെ വിട്ടേ, ഞാൻ പോട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കൊക്കി സമ്മതിച്ചില്ല. Hola.